Namaste, beautiful souls. Welcome to day 26. Gratitude for the present moment. ഈ നിമിഷത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു നിറവ്, ഈ ഒരു ഫുൾനെസ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നിറവ്, അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സിറ്റ് സ്ട്രെയിറ്റ്, ബാക്ക് സ്ട്രെയിറ്റ്, കൈകൾ മടിയിൽ മലർത്തി വയ്ക്കാം. കണ്ണട വെച്ചിട്ടുണ്ടെങ്കിൽ അത് അഴിച്ചു മാറ്റുക. പതുക്കെ ഇൻഹേൽ ചെയ്യുക. Now exhale and close your eyes. Inhale slowly. Exhale and close your eyes. ഇന്നത്തെ ഈ മനോഹരമായ ഈ ഒരു പുതിയ ദിവസത്തിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഒരു പുതിയ ഓപ്പർച്യൂണിറ്റിയാണ്. കംപ്ലീറ്റ്ലി ഫുള്ളി പ്രസൻ്റ് ആവാനും ലൈഫ് എങ്ങനെയാണ് നമ്മുടെ മുന്നിൽ ഓരോന്നോരോന്ന് റൈറ്റ് ടൈമിൽ അൺഫോൾഡ് ചെയ്ത് തരുന്നതെന്നും നമ്മളിപ്പോൾ എങ്ങനെയാണ് ലൈഫിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്നും ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. Take a deep breath in and slowly exhale. Once again, take a deep breath in. Feel the air as filling your lungs. And breathing out, release all the tension. ഒരിക്കൽ കൂടി നമുക്ക് ഇൻഹേൽ ചെയ്യാം. ഇൻഹേൽ സ്ലോലി. നമ്മൾ ഫുള്ളി ഇവിടെ ഈ ഒരു മൊമെൻറ്റിൽ പ്രസൻ്റ് ആവട്ടെ. എക്സേൽ കംപ്ലീറ്റ്ലി. ദ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ തോട്ട്സ് വി ഹാവ് എല്ലാം റിലീസ് ചെയ്യട്ടെ. നമ്മളിപ്പോൾ ഇവിടെയാണ്, ഈ പ്രഷ്യസ് പ്രസൻറ്റ് മൊമെൻറ്റിലാണ്. നമ്മുടെ ശരീരത്തിനിപ്പോൾ നമ്മൾ ഇത്രയ്ക്കും ഒരു സ്റ്റിൽനെസ്സിൽ ഇരിക്കുമ്പോൾ ശരീരത്തിന് എന്താണ് ഫീൽ ചെയ്യുന്നത്? നമ്മുടെ ശ്വാസത്തിൻ്റെ ഒരു റിതം, നമ്മുടെ ഹാർട്ടിൻ്റെ ബീറ്റിംഗ്, നമ്മുടെ ലൈഫിലെ വളരെ ക്വയറ്റായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ്, ഈ ഒരു നിമിഷത്തിൽ നമ്മുടെ ചുറ്റും എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ആൻഡ് യു നോ, ദിസ് മൊമെന്റ് ഈസ് എനഫ്. ഇനി നമുക്കൊന്ന് ചിന്തിക്കാം, നമുക്കൊന്ന് ബോധവാന്മാരാവാം. എന്തിനാണെന്നോ, ഇപ്പോൾ ഈ നിമിഷത്തിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള എന്തിനെങ്കിലും പറ്റി ഒന്ന് ചിന്തിക്കാം. നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള എന്തിനെങ്കിലും പറ്റി ഒന്ന് ചിന്തിക്കാം. അത് നിങ്ങളുടെ ശ്വാസത്തിൻ്റെ ഒരു സോഫ്റ്റ് റിതമായിരിക്കാം. നമ്മൾ ജീവിക്കുന്നു എന്നുള്ളൊരു റിമൈൻഡറാണത്. അതല്ലെങ്കിൽ നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു കംഫർട്ടായിരിക്കും.
നമ്മൾ ഇപ്പോൾ ഒരു സേഫസ്റ്റ് പ്ലേസിലാണ് എന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുമല്ലെങ്കിൽ ജനലിലൂടെ എത്തുന്ന ഒരു മോർണിംഗ് ലൈറ്റായിരിക്കും. അതുമല്ലെങ്കിൽ വളരെ സൂതിങ് ആയിട്ടുള്ള ബേർഡ്സിൻ്റെ ഒരു പുതിയ ദിവസം വെൽക്കം ചെയ്യുന്ന ഒരു സൗണ്ടായിരിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിനോട് തന്നെ ഉള്ള ഗ്രേറ്റ്നെസ് ആയിരിക്കാം. നമ്മളോട് ചോദിക്കാതെ തന്നെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നതിന് നമ്മുടെ ലങ്സ് നമ്മളറിയാതെ തന്നെ നമ്മുടെ ലൈഫിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന്, അല്ലെങ്കിൽ നമ്മുടെ സെൻസസ് ആയിരിക്കാം, നല്ലത് കാണാനും കേൾക്കാനും അനുഭവിക്കാനും എല്ലാത്തിനും നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ഡിഫറെൻറ്റ് സെൻസസ് ആയിരിക്കാം. അതല്ലെങ്കിൽ നമ്മളുടെ ഒരു ലവ്ഡ് വൺ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ, നമ്മുടെ ലൈഫിൽ ഒരു സ്നേഹം, കെയറിങ്, അതിൻ്റെ ഒരു ചൂട് നമുക്ക് തരുന്ന ഒരാളെ പറ്റിയായിരിക്കാം. അതല്ലെങ്കിൽ ഇന്നലെ ഉണ്ടായിരുന്ന ഒരു ചെറിയ സന്തോഷം, വളരെ ചെറിയ എന്തെങ്കിലും കാര്യം ഇന്ന് നിങ്ങളുടെ ഉള്ളിലൊരു നിറഞ്ഞൊരു പുഞ്ചിരി ഉണ്ടാക്കുന്നുണ്ടാവാം. അതല്ലെങ്കിൽ ജീവിതം നമ്മളെ പഠിപ്പിച്ച ഓരോരോ കാര്യങ്ങളായിരിക്കാം. ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ എത്രമാത്രം സ്ട്രോങ്ങറാക്കി എന്നുള്ള ലെസൺ ആയിരിക്കാം. ഇനി പ്രത്യേകിച്ചൊന്നും നമ്മുടെ മനസ്സിൽ ഗ്രേറ്റ്ഫുള്ളായിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മൊമെൻറ്റിനെ താങ്ക് ചെയ്യുക, ഈ ഒരു മൊമെൻറ്റിനോട് നന്ദി പറയുക. ദ സൈലൻസ്, ദ സ്റ്റിൽനെസ് ആൻഡ് ദ ബ്രെത്ത്, ഇതെല്ലാം നമുക്ക് കിട്ടിയ ഗിഫ്റ്റാണ്. ലെറ്റ് യുവർ ഹാർട്ട് എക്സ്പാൻഡ് വിത്ത് അപ്രീസിയേഷൻ. നമ്മുടെ ഹാർട്ട് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് എക്സ്പാൻഡ് ആവട്ടെ. ലെറ്റ് ദ ഫീലിംഗ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഫ്ലോ ത്രൂ എവറി പാർട്ട് ഓഫ് യുവർ ബോഡി. ഈ ഒരു നന്ദിയുടെ, ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഫീലിംഗ് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ പാർട്ടിലും കൂടെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഈ ഒരു ഫീലിംഗ് നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തുകൂടി ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോട്ടെ. വി ആർ സ്പ്രെഡിങ് ലൈറ്റ്നെസ്, പീസ് ആൻഡ് കാം. നമുക്കൊന്ന് നന്നായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യാം ആൻഡ് ബ്രീത്ത് ഔട്ട്. കണ്ടിന്യൂ ബ്രീത്തിങ്. ഈ ഒരു നിറവ്, ഇന്ന് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു നിറവിനെ, ഈ ഒരു മൊമെൻറ്റിനെ, ആ ഒരു മൊമെൻറ്റിലൊന്ന് കുറച്ച് നേരം ഒന്ന് നമുക്കിരിക്കാം. ജസ്റ്റ് ആസ് ഇറ്റ് ഈസ്. ഈ ഒരു മൊമെൻറ്റ്, ഇത് മാത്രമാണ് നമുക്ക് വേണ്ടത്. ആൻഡ് ദിസ് ഇസ് ഇനഫ്. നമുക്ക് നമ്മളോട് തന്നെ പറയാം, നൗ ഈസ് ഇനഫ്. ദിസ് മൊമെൻ്റ് ഈസ് പെർഫെക്റ്റ്
as it is. I am grateful for this breath, this body, and this life. I am grateful for this breath, this body, and this life. ഈ ചിന്ത, ഈ വാക്കുകൾ, ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അവിടെ രേഖപ്പെടുത്തണം. എത്ര പ്രഷ്യസ് ആണ് നമ്മുടെ ലൈഫ്, എത്ര ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു മൊമെൻറ്റ്. നമ്മുടെ ഉള്ളിലുള്ള ഈ സമാധാനം നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടും അല്ലാതെ, ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഒന്നുമല്ലാതെ ഇപ്പോഴുള്ള ഈ സമാധാനം, ഇപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്ത ഈ സമാധാനം നമുക്കെങ്ങനെയാണ് ഉണ്ടായത്? ഒന്നുമില്ല. സിംപ്ലി ഫ്രം ബീയിങ് പ്രസൻറ്റ്. ദാറ്റ് ഈസ് ദ റിയൽ പവർ ഓഫ് നൗ. ഇന്ന് ഈ നിമിഷം നമ്മൾ ആരാണ്, നമുക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന, അവെയറായിരിക്കുന്ന ആ നിമിഷമാണ്, ആ ബോധമാണ്, ആ ബോധത്തിലിരിക്കലാണ് നമ്മുടെ സമാധാനത്തിൻ്റെ ഏറ്റവും വലിയ കാരണം. പതുക്കെ നമുക്ക് ഇൻഹേൽ ചെയ്യാം. എക്സേൽ കംപ്ലീറ്റ്ലി. ഇൻഹേൽ സ്ലോലി, എക്സേൽ കംപ്ലീറ്റ്ലി. നമുക്ക് തിരിച്ചു വരാം. നമ്മുടെ കൈൻ്റെ വിരലുകളൊക്കെ ഒന്ന് അനക്കുക. Palms together in front of your chest. Rub your palms. Cup it on your eyes. നമുക്ക് ഈ എനർജി നമ്മുടെ ഹോൾ ബോഡി സ്പ്രെഡ് ചെയ്യാം. മസാജ് യുവർ ഫേസ്, യുവർ നെക്ക്, യുവർ ഷോൾഡർ, യുവർ ബോത്ത് ഹാൻഡ്സ്, യുവർ ചെസ്റ്റ്, യുവർ അബ്ഡോമൻ, യുവർ ബാക്ക്, യുവർ ഹിപ്പ്, യുവർ തൈസ്, യുവർ നീസ്, നമ്മുടെ കാഫ് മസിൽസ്, നമ്മുടെ ആങ്കിൾസ്, ഹീൽസ്, till your toe. Gently hug yourself, shake yourself, pat yourself. നമ്മൾ നമ്മുടെ ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ വർഷങ്ങൾക്ക് ശേഷം കണ്ടതുപോലെ give kiss on your shoulders, give kiss on your shoulders. നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാം, നമുക്ക് നമ്മളോട് തന്നെ ഉമ്മ കൊടുക്കാം. Slowly release, palms together in front of your chest. Slowly release, palms together in front of your chest. Slightly bow down. Namaste. With a beautiful smile, with the beautiful thought, now is enough. Slowly open your eyes. Thank you.